സുദേവായ ഓം. ശ്രീമദ്ഭാഗവതം മഹാപുരാണം പ്രഥമസ്കന്ധം 3-ാമത്തെ അധ്യായം അതിലെ 38-ാമത്തെ ശ്ലോകം 17-ാമത്തെ ഭാഗമായിട്ട് പറയണു. സവേദധാതു പദവീം പരസ്യ ദുരന്തവീര്യസ്യ രഥാംഗപാണേ യോ മായയാ സന്തതയാനുവൃത്യ ഭജേത തൽപാദസരോജഗന്ധം. യാതൊരാളാണോ അമായയാ, കാപട്യമില്ലാതെ, അത് പ്രധാനമാണ്. എല്ലാ അർത്ഥത്തിലും നമ്മൾ മായ എന്ന് ഉദ്ദേശിക്കുന്ന ആ മായയല്ല. ഇത് സ്നേഹത്തോട് കൂടിയിട്ട് ഈ ലക്ഷ്യത്തെ നിറവേറ്റാൻ എല്ലാവർക്കും സാധിക്കണമെന്ന സതുദ്ദേശത്തോടു കൂടിയിട്ട്, സാത്വിക ഭാവത്തോടു കൂടിയിട്ട് അമായയ, ഒരു കലർപ്പുമില്ലാതെ, അതാണ് കാപട്യമില്ലാത്ത ഭാവത്തോടു കൂടിയിട്ട് സന്തതയാ, സദാ, വിത്തൗട്ട് ബ്രേക്ക്, അജസ്രം എന്നുള്ള അർത്ഥത്തിലാണ്. സന്തതയാ, കൂടെ എന്നർത്ഥം, കൂടെ എന്നൊരർത്ഥം. അനുവൃത്യ, വീണ്ടും വീണ്ടും വൃത്തി ചെയ്തുകൊണ്ട് എന്ന് വെച്ചാലോ, അനുവൃത്തി, കണ്ടിന്യൂസ് ആയിട്ടിങ്ങനെ ചെയ്യാം. അങ്ങനെ തൽ പാദസരോജഗന്ധം, ആ ഭഗവാന്റെ പാദപത്മത്തെ, ഭഗവാനിൽ അർപ്പിച്ചതായിട്ടുള്ള തുളസിയുടെ ഗന്ധത്തെ, ഭഗവാന്റെ പാദത്തിന് താമരക്കാലാണ്, അപ്പം അതിനൊരു സുഗന്ധമുണ്ട്. അർച്ചിച്ച തുളസിക്ക് പ്രത്യേകമായിട്ടുള്ള സുഗന്ധമുണ്ട്. ആ സുഗന്ധത്തെ ആരാണോ സ്വീകരിക്കുന്നത്, ഭജേത, ഭജിക്കുന്നത്, ആശ്രയിക്കുന്നത്, സഹ, ആ ഭക്തൻ, പരസ്യ, ഈ ഭഗവാന്റെ ധാതു, അല്ലെങ്കിൽ ഭഗവാനായിട്ടുള്ള ഈ സൃഷ്ടാവിൻ്റെ, അവിടെ ബ്രഹ്മാവിൻ്റെ അല്ല, ഭഗവാനാണ് ഇതെല്ലാം ഇച്ഛാസ്വരൂപത്തിൽ സൃഷ്ടിക്കുന്നത്. അങ്ങനെയുള്ള ഭഗവാന്റെ ദുരന്തവീര്യസ്യ, അന്തമില്ലാത്തതായിട്ടുള്ള വീര്യത്തിൻ്റെ, എന്നുവെച്ചാൽ അത് കണ്ടുപിടിക്കാൻ കഴിയില്ല, അത്രയും കൂടുതൽ വീര്യമുണ്ട് ഭഗവാന് മാത്രമേ ഈ വീര്യം ഇത്രയും കൂടുതലുള്ളൂ. മറ്റേതിനൊക്കെ പരിധിയുണ്ട്, ഇതിന് പരിധിയില്ലാത്ത എന്നുള്ള അർത്ഥമാണ് ദുരന്തവീര്യസ്യ. അപ്പോൾ ദുരന്തവീര്യം, ദുരന്തവിക്രമം, ഇങ്ങനെയൊക്കെയാണ് ഭഗവാന്റെ എല്ലാം. അങ്ങനെയാണ്, അവസാനിക്കാത്തത് എന്നാണ് സാരം. അല്ലാണ്ട് ദു എന്നുള്ളത് ദുഷിച്ച എന്നല്ല. അവിടെ ദു എന്നുള്ളത് അവസാനിക്കാത്തതായ എന്ന രീതിയിലാണ്. അനന്തമായിട്ടുള്ള ആ വീര്യം കാണിക്കുന്ന രഥാംഗപാണേഹേ, രഥാംഗം എന്ന് വെച്ചാൽ രഥത്തിൻ്റെ ഒരു അംഗമാണ് ചക്രം. അപ്പോൾ രഥത്തിൻ്റെ അംഗം അത് ചക്രമാണ്. അപ്പോൾ സുദർശന ചക്രം കയ്യിൽ ധരിച്ചിട്ടുള്ള ആ ഭഗവാന്റെ പ്രത്യേകമായിട്ടുള്ള ഒരു പദവി, ആ മാർഗത്തെ വേദ അറിയുന്നു. ഇപ്പോൾ ഭഗവാനെ സംബന്ധിച്ച് നമുക്ക് ഭഗവാനെ പൂർണ്ണമായിട്ട് അറിയാൻ സാധിക്കില്ല. എത്ര കഷ്ടപ്പെട്ടിട്ടായാലും ഭഗവാനെ അറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും വേണം. ഏതൊരു ഭക്തനായാലും ശരി, പ്രയാസപ്പെട്ട് ഇങ്ങനെ ഭഗവാന് പ്രീതി വന്നു എങ്കിൽ ആ ഭഗവാൻ ഈ ജ്ഞാനം കൊടുക്കുകയും ചെയ്യും. ഭക്തി പൂർണ്ണമായി എങ്കിൽ ഭഗവാൻ ജ്ഞാനം കൊടുക്കും. അങ്ങനെ ഏതൊരാളായാലും ശരി, ഒട്ടും കാമാദികൾ, സകാമം അല്ലെങ്കിൽ ഈ കളങ്കം ഇങ്ങനെയുള്ള ഒന്നും ഇല്ലാതെ കണ്ടാണ് ഭഗവാനെ ഈ ഇടവിടാതെ കണ്ട് അഹൈതുകി അവ്യവഹിത അജസ്രം ഇങ്ങനെ ഒരു ഭാവത്തിൽ, സ്നേഹ വിനയ ശുശ്രൂഷ സമർപ്പണ ഭാവത്തിൽ ആരാണോ ഭക്തിയോട് കൂടിയിട്ട് ഭഗവാനെ ആശ്രയിക്കുന്നത്, ആ ഭഗവാന്റെ തൃപ്പാദത്തെ ആശ്രയിക്കുന്നത്, ഭജിക്കുന്നത്, ആ ഭക്തൻ എല്ലാ അർത്ഥത്തിലും മായയെ മറികടക്കാനുള്ള അനുഗ്രഹത്തെ ഭഗവാനിൽ നിന്നും സ്വീകരിക്കും. അനന്തശക്തനായിട്ട് തീരും. അതേപോലെ തന്നെ ഭഗവാന്റെ സാർഷ്ടി എന്നൊരു മുക്തിയുണ്ട്. സാർഷ്ടിച്ച ഭഗവാന്റെ മുഴുവൻ കഴിവുകളും എന്നാണ്. അപ്പോൾ അനന്തശക്തനായിട്ടുള്ള, മായാതീതനായിട്ടുള്ള, ലോകസൃഷ്ടാവായിട്ടുള്ള ആ ഭഗവാന്റെ സ്വരൂപത്തെ അറിയുന്നു, ആ ശക്തിയെ സ്വീകരിക്കുന്നു. അതൊരു അനുഗ്രഹമാണ്. അപ്പോൾ ആ അറിവാണ് ഈ മുക്തി. ഭഗവാനെ അറിയൽ, ജ്ഞാനസ്വരൂപനായിട്ട് മാറൽ. അതുകൊണ്ട് ഭക്തൻ മുക്തിക്ക് അർഹനാവും. ഭക്തി കിട്ടിയാൽ മുക്തി കിട്ടും. പക്ഷേ ഭക്തിക്ക് മുക്തി കിട്ടണമെന്നുണ്ടെങ്കിൽ ഭഗവാൻ തരുന്നതായിട്ടുള്ള ജ്ഞാനത്തെ കൂടി സ്വീകരിച്ച് വിജ്ഞാനത്തോടു കൂടിയിട്ട് പൂർത്തിയാക്കിയിട്ട് വൈരാഗ്യം വന്നിട്ടൊക്കെ വേണം മുക്തി നേടാൻ. വെറുതെ മുക്തി കിട്ടില്ല. ജ്ഞാനം കൊണ്ട് മാത്രം മുക്തി കിട്ടില്ല. ഭക്തി വേണം, ജ്ഞാനം വേണം.
കർമ്മം ബാക്കി പോലും വരരുത്, ഒട്ടും ബാക്കി വരരുത്. അത്രയ്ക്ക് നിഷ്കർഷയാണ്. പാപവും പാടില്ല, പുണ്യവും പാടില്ല, സുഖദുഃഖങ്ങളൊന്നും ബാക്കി വരാൻ പാടില്ല. അത് ചെറിയൊരു തോന്നലുണ്ടായാൽ വീണ്ടും ജന്മം എടുക്കണം എന്നർത്ഥം. അത് ഇല്ലാത്തൊരു ഭാവത്തിൽ എത്തിക്കും ഭഗവാൻ. അതാണ് സ വേദ, ഭഗവാൻ അറിയണു എന്നാണ്. ഭക്തനും ഇപ്രകാരത്തിൽ അറിയണു. എന്ത്? യഥാർത്ഥ ഭക്തൻ ഭക്തിയുടെ പാരമ്യത്തിൽ എത്തിയെങ്കിൽ താതാത്മ്യം പ്രാപിച്ച ഭക്തി കിട്ടണം, അല്ലെങ്കിൽ അറിയില്ല കേട്ടോ. ആ ഭക്തൻ അറിയുന്നു. ധാതു, ഭഗവാൻ ഭക്തന്റെ ഈ പദവിയെ സ്വയമേവ അറിയുന്നു. സ വേദ ധാതു പദവിയും പരസ്യ. ആ ഭഗവാന്റേതായിട്ടുള്ള ഈ ഭക്തന്റെ ഭഗവാനിൽ എത്തുക എന്ന ആ പദവിയെ, അതേപോലെ തന്നെ ഭഗവാന്റെ ഈ പദവിയെ ഭക്തൻ അനുഭവിക്കുക, അറിയുക എന്ന ജ്ഞാനിയാവൽ അത്ര എളുപ്പമല്ല. ജ്ഞാനസ്വരൂപനെ അറിയൽ അത്ര എളുപ്പമല്ല. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയുള്ള വിശേഷണങ്ങളാണ് ഭഗവാൻ കൊടുക്കുന്നത്? ദുരന്തവീര്യസ്യ രഥാംഗപാണേഹേ. ഭഗവാന്റെ വീര്യം എത്രയാണെന്ന് അറിയില്ല. ഭഗവാന്റെ തൃക്കൈയിൽ കാലസ്വരൂപനായിട്ടുള്ള കാലം എന്നാ പറയുക. ആ സുദർശന ചക്രത്തിനെ അങ്ങനെ പറയാറുണ്ട്, കാലത്തിൻ്റെ പ്രതീകമായിട്ട് പറയാറുണ്ട്. അപ്പം അതുകൊണ്ട് ആ കാലസ്വരൂപനായിട്ടുള്ള ഭഗവാന്റെ കയ്യിലിരിക്കുന്ന സുദർശന ചക്രം അത് ധരിച്ചതായിട്ടുള്ള ഭഗവാൻ യഹ അമായയ, യാതൊരു തരത്തിലുള്ള ഒരു കാപട്യവും ഇല്ലാതെ കണ്ട് സന്തതയാ അനുവൃത്യ, നിഷ്കളങ്ക ഭാവത്തിൽ ഈ ഭക്തൻ ഭഗവാനെ ആശ്രയിക്കുന്നു എങ്കിൽ, അമായയ സന്തതയാ അനുവൃത്യ, ഈ വൃത്തി എന്നുള്ളത് നിവൃത്തിയാണ്. അപ്പം നിവൃത്തി മാർഗത്തിൽ സദാസമയത്തും ഭഗവാനെ ഭജിക്കുക, പൂജിക്കുക, എന്തൊക്കെയാ വെച്ചാൽ അതൊക്കെ ഉപാസന എന്നുള്ള ഏതായാലും അത് ഏത് പ്രകൃതി ആയാലും കുഴപ്പമില്ല. ഭഗവാനെ തന്നെ സ്മരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ സന്തതയ കണ്ടിന്യൂസ് ആയിട്ട് അനുവൃത്തിയായിട്ട് ചെയ്യുകയാണ് എങ്കിൽ, അമായ, അത് കളങ്കം ഒട്ടും പാടില്ല, സകാമം പാടില്ല, നിഷ്കാമാവണം, നിഷ്കളങ്കാവണം. അങ്ങനെ ആരാണോ ഭജിക്കുന്നത് തത് പാദ സരോജഗന്ധം, ആ ഭഗവാന്റെ പാദ ഈ താമരക്കാല് അതിൻ്റെ ആ ഗന്ധത്തെ കിട്ടുക. ഭഗവാനൊരു പ്രത്യേക സുഗന്ധമുണ്ട്. അത് കൂടാതെ കണ്ട് വനമാലയിൽ നിന്നുള്ള ഗന്ധം വരും, കുറിക്കൂട്ടുകളിൽ നിന്നുള്ള ഗന്ധം വരും, അർച്ചിച്ച തുളസി തൊട്ടുള്ള പൂക്കളിൽ നിന്നും ഗന്ധം വരും. ഇങ്ങനെ ഭഗവാന്റെ സുഗന്ധം എത്ര ചോദിച്ചാൽ പറയാൻ കഴിയില്ല, അത്രയും കൂടുതലുണ്ട്. എല്ലാം കൊണ്ടും കാണാൻ വളരെ സുന്ദരം, മണക്കുമ്പോൾ ഇങ്ങനെയുള്ള സുഗന്ധം, തൊടുമ്പോൾ അതിയായ മർദ്ദവം, കേൾക്കുമ്പോൾ ആ കഥ കേൾക്കുമ്പോൾ ഭഗവാന്റെ വാക്ക് കേൾക്കുമ്പോൾ എന്തൊരു സുഖം എന്ന് പറയാൻ നോക്കില്ല, അത്രയും കൂടുതൽ സുഖം. ഇങ്ങനെ എല്ലാം അറിയുന്നതായിട്ടുള്ള ആ ഭഗവാനെ ഏതൊരു ഭക്തനാണോ ഇപ്രകാരത്തിൽ ഉൾക്കൊള്ളുന്നത് അദ്ദേഹത്തിന് മുക്തി കിട്ടും. അത് ഭഗവാന്റെ ഈ സാഷ്ടി എന്നുള്ള ഭാവത്തെ ഭഗവാൻ കൊടുക്കുകയും ചെയ്യുന്ന അത്രയ്ക്കുണ്ട്. സ വേദ ധാതു പദവിയും പരസ്യ. സ ആ ഭക്തൻ, അതേപോലെ സ എന്നുള്ളത് രണ്ട് തരത്തിലും അന്വയിക്കുക. അതാണ് രണ്ടും പറയണത് ഇതിനു വേണ്ടിയിട്ടാണ്. സ വേദ ധാതു, ആ ധാതാവിൻ്റെ ഈ പദവിയെ, പരസ്യ ധാതു ആണ്, പരസ്യ മാക്സിമത്തിലുള്ള പരബ്രഹ്മം എന്നുള്ള അർത്ഥത്തിലാണ്. അദ്ദേഹത്തിൻ്റെ ഈ പദവി ആരാണോ അറിയുന്നത്, ആ ദുരന്തവീരനായിട്ടുള്ള സുദർശന ചക്രം ധരിച്ചതായിട്ടുള്ള ആ ഭഗവാനെ ആരാണോ അറിയുന്നത്, ആ ഭക്തൻ അമായ ആണ് എങ്കിൽ, മായയില്ലാണ്ട് കാപട്യമില്ലാതെ കണ്ടാണ് എങ്കിൽ, അഹൈതുകി അവ്യവഹിത അജസ്രം അങ്ങനെയുള്ള ഭക്തിയാണ് എങ്കിൽ, സന്തതയാനുവൃത്തിയ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഉപാസനാക്രമത്തെ ചെയ്യുന്ന ഒരു ഭക്തനാണ് എങ്കിൽ, അത് മാക്സിമത്തിലെത്തുമ്പോൾ പിന്നെ ഈ ഇതൊന്നും വേണ്ട, പൂജയും ക്ഷേത്രവും നാമവും പാരായണവും ഒന്നും വേണ്ട. അതിൻ്റെ ഒരു സ്റ്റേജ് വളരെ മുകളിലാണ്. എപ്പോഴും സദാസമയത്തും ഭഗവാനെ കണ്ടുകൊണ്ട് അനുഭവിച്ചും കൊണ്ടിരിക്കും, ചെറുക്കും കളിക്കും ഒപ്പം നടക്കും ഒക്കെ ചെയ്യും. അതാണ്. അപ്പം അങ്ങനെയുള്ള ആ ഭഗവാനെ ഇങ്ങനെ ആരാണോ ഭജിക്കുന്നത് അവർക്ക്, തൽപാദ സരോജഗന്ധത്തെ ആർക്കാണോ കിട്ടുന്നത് അവർക്ക് മുക്തി എന്നുള്ളത് ഭഗവാനാൽ കിട്ടുക തന്നെ ചെയ്യും. സ വേദധാതു പദവീം പരസ്യ ദുരന്തവീര്യസ്യ രഥാംഗപാണേഹേ
ഇപ്പം രഥത്തിൻ്റെ അംഗം ചക്രമാണ്. ആ ചക്രം കയ്യിൽ പിടിച്ചിരിക്കുന്ന അത് സുദർശന ചക്രമാണ്. ദുരന്ത വീര്യസ്യ, അന്തമില്ലാത്തതായിട്ടുള്ള വീര്യം ഭഗവാനിലുണ്ട്. ആ വീര്യത്തെ കൈക്കൊള്ളുന്നതായിട്ടുള്ള അല്ലെങ്കിൽ ആ വീര്യത്തെ അനുഭവിക്കുന്നതായിട്ടുള്ള ആ ഭക്തന് ഭഗവാനിപ്പോൾ ആ വീര്യം ഭഗവാനെ സംബന്ധിച്ച് വീര്യം ഒരു വിഷയമല്ല. പക്ഷേ ആ ഭഗവാന്റെ വീര്യത്തെ അത് അറിയുക, അനുഭവിക്കുക, അപ്പോഴൊക്കെ താതാത്മ്യം കിട്ടുള്ളൂ. കാലത്തെ ജയിക്കണം. കാലത്തെ ജയിച്ചാലേ മുക്തി കിട്ടുള്ളൂ. വളരെ ബുദ്ധിമുട്ടുണ്ട് മുക്തി കിട്ടാൻ. അത് ഈ താതാത്മ്യം വരണമെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഭഗവാനല്ലാതെ കണ്ട് വേറെ ഒന്നും പാടില്ല. അനന്യ ശരണാഗതി വേണം. അങ്ങനെയൊക്കെയുള്ള ഭക്തന് മാത്രമേ ഈ ഭഗവാനെ അറിയാൻ സാധിക്കുള്ളൂ. സ വേദ ധാതുഹു. അപ്പോഴേ ആ ഭക്തനെ ഈ ഭഗവാനെ അറിയാൻ സാധിക്കുള്ളൂ. ധാതാവ് എന്ന് വെച്ചാൽ അവിടെ വിധാതാവ്, ഈ സൃഷ്ടാവ് വെച്ചാൽ ബ്രഹ്മാവല്ല, ബ്രഹ്മാവിനെ സൃഷ്ടിച്ചതായിട്ടുള്ള ഭഗവാൻ എന്നർത്ഥം. അതാണ്. ആ പദവിയെ അറിയണം. പരൻ്റെ മാക്സിമത്തിലുള്ള ബ്രഹ്മഭാവത്തിലുള്ള ആ ഭഗവാന്റെ ആ പരം എന്നുള്ള ആ ഭാവത്തെ, ബ്രഹ്മഭാവത്തെ അറിയണം. എപ്പോഴേ അറിയുള്ളൂ? ഈ സദാസമയത്തും സേവനം ചെയ്തുകൊണ്ട് ഭഗവാന്റെ തൃക്കാൽക്കൽ നമസ്കരിക്കുമ്പോൾ കിട്ടുന്നതായിട്ട് ആ സുഗന്ധമുണ്ടല്ലോ, അതിനെ അനുഭവിക്കുമ്പോൾ എന്ന് സാരം. സ വേദധാതു പദവീം പരസ്യ ദുരന്തവീര്യസ്യ രഥാംഗപാണേഃ യോ മായയാ സന്തതയാ അനുവൃത്യ ഭജേത തത്പാദ സരോജഗന്ധം. ഇനി 38ാമത്തെ ശ്ലോകമാണ് ഇപ്പോൾ 17ാമത്തെ ഭാഗമായിട്ട് പറഞ്ഞത്. ഇനി 39ാമത്തെ ശ്ലോകം അടുത്തതിൽ പറയാം. നാരായണ നാരായണ. ചെറുതായിട്ട് പോവാം.